ഞാൻ വേറൊന്നിനും വേണ്ടിയിട്ടല്ല, അനുജനെ പോലെയാണ് ഏട്ടനെ പോലെയാണെന്നൊക്കെ പറയുമ്പോൾ ഞാനൊരു തമാശക്ക് പറഞ്ഞതുമല്ല. ആ കിടക്കുന്നത് നമ്മുടെ വീട്ടിലൊരു കുട്ടിയാണെങ്കിൽ നിങ്ങളിൽ എത്ര പേർക്ക് അത് സഹിക്കാൻ പറ്റും എന്നാലോചിക്കും. ആ വീണ് കിടക്കുന്നിടത്ത് ഒരു മനുഷ്യനെന്ന കരുതൽ പോലുമില്ലാതെ പക വീട്ടുന്നത് പോലെ ക്രൂരത എൻ്റെ വീട്ടിലെ, നിങ്ങളുടെ വീട്ടിലെ മകനോടോ മകളോടോ അനിയനോടോ ജ്യേഷ്ഠനോടോ മറ്റാരോടെങ്കിലുമാണ് കാണിക്കുന്നതെങ്കിൽ അത് എത്ര നേരം നിങ്ങൾക്ക് കണ്ടു നിൽക്കാൻ കഴിയുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാലോചിച്ച് നോക്കുക. അഭിജിത്തിന്റെ വീട്ടിലെ അതിർത്തി തർക്കത്തിന്റെ പേരിലല്ല, വേലി തർക്കത്തിന്റെ പേരിലല്ല, ഈ ഗവൺമെന്റിന്റെ ചെയ്തികളെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ തെരുവിൽ ഇങ്ങനെ കടന്ന് തല്ലു വാങ്ങിയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അയാളുടെ ശരീരത്തിൽ ഒരു ഇഞ്ചിനി ബാക്കിയില്ല, അയാളുടെ മനസ്സിലും ഒരു ഇഞ്ചിനി ബാക്കിയില്ല. അയാളുടെ ശരീരത്തിൽ ഒരു ഇഞ്ചിനി ബാക്കിയില്ലെന്ന് പറയുന്നതിന് കാരണം ഈ ഗവൺമെന്റിന്റെ ചെയ്തികളെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ നിരന്തരം ക്രൂരമർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന് തെരുവിൽ കിടന്ന് അടിമേടിച്ച് അവനവന്റെ കാര്യത്തിനല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി പോരാടി മർദ്ദനമേൽക്കേണ്ടി വന്ന ശരീരത്തിൽ ഒരു ഇഞ്ച് ബാക്കിയില്ല എന്നുള്ളതാണെങ്കിൽ ഈ കൺവെൻഷൻ കൂടി കഴിയുമ്പോ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു ഇഞ്ച് ബാക്കിയില്ലെന്ന് പറയുന്നതിന്റെ കാരണം ഹൃദയം നാദാപുരം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാണ് ഈ സംഗമങ്ങളെ തെളിയിക്കുന്നത് എന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള ഒരു കുട്ടി നമുക്കിടയിൽ സ്ഥാനാർത്ഥിയായി വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറയുന്നു, ഇവിടെ മത്സരം KM അഭിജിത്തും LDFന്റെ സ്ഥാനാർത്ഥിയും തമ്മിലല്ല, ഇവിടെ മത്സരം KM അഭിജിത്തും ഷാഫി പറമ്പിലും തമ്മിലാണ്. ഞാനത് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭൂരിപക്ഷത്തെ പരാജയപ്പെടുത്തുന്ന ഒരു ഭൂരിപക്ഷം ഈ നാദാപുരത്തിന്റെ മണ്ണിൽ നിങ്ങൾ കൊടുക്കുവോ? നിങ്ങൾ ജയിപ്പിച്ചു തരുമോ? വാക്കാണോ? ഉറപ്പാണോ? അഭിജിത്തെ നാദാപുരം വാക്ക് പറഞ്ഞ വാക്കാണ്. അതിന് ഒരു കാര്യം കൂടെ പറയുന്നു. അഭിജിത്ത് തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ടൈറ്റായ ഒരു ഷെഡ്യൂളിൽ നിന്ന് ഇന്ന് നിരവധി കൺവെൻഷനുകൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഉൾപ്പെടെ, ഏറനാട് ഉൾപ്പെടെ, PK നവാസിന്റെ ഉൾപ്പെടെ, മഞ്ചേരി ഉൾപ്പെടെ 2 മാധ്യമങ്ങൾക്ക് അനുവദിച്ച സമയം, ബേപ്പൂർ ഉൾപ്പെടെയുള്ള ഷെഡ്യൂളിൽ ഒരു ഇഞ്ച് സമയമില്ലാഞ്ഞിട്ട് പോലും ആഴ്ചകൾക്കും മാസങ്ങൾക്കും മുമ്പ് നമ്മൾ വിളിച്ച് ഷെഡ്യൂൾ ചെയ്യാൻ നമുക്കും സമയം കിട്ടാഞ്ഞിട്ട് പോലും നാദാപുരത്തിന്റെ മണ്ണിൽ തങ്ങൾ വരണമെന്ന് നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സൂപ്പിക്ക് ഇവിടെ പറഞ്ഞപ്പോ, ബംഗളക്ക് ഇവിടെ പറഞ്ഞപ്പോ, CK പറഞ്ഞപ്പോ, രഘു പറഞ്ഞപ്പോ, ഈ നേതാക്കന്മാർ ഓരോരുത്തരും പറഞ്ഞപ്പോ, ആവോലം പറഞ്ഞപ്പോ ഒരു ഫോൺ കോൾ എടുത്തിട്ട് തങ്ങളെ പറയുന്നതിൽ വിഷമമുണ്ട് എങ്കിലും ഒന്ന് നാദാപുരത്തേക്ക് വരണമെന്ന് പറഞ്ഞപ്പോ പിന്നെ വരില്ലാതെ എന്താ ചെയ്യല്ലേ എന്ന് ചോദിച്ച് ഇവിടേക്ക് കടന്നു വന്ന പാണക്കാട്ടെ തങ്ങൾ, സാധിക്കലിൽ തങ്ങൾ, ആ തങ്ങൾ ഈ നാടിന്റെ തണലാണെന്ന് ആരും മറക്കണ്ടെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ആ തങ്ങൾ ഇവിടെ നേരിട്ട് വന്ന് നിങ്ങളോട് പറയുന്നുണ്ട്, അഭിജിത്തിനെ ജയിപ്പിക്കണമെന്ന് തങ്ങള് ഇവിടെ വന്ന് നേരിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇനി അഭിജിത്ത് പറഞ്ഞ വാചകം അച്ചട്ടാണ്. ഇന്നലെ വൈകുന്നേരം വരെ തോന്നിയ ആത്മവിശ്വാസത്തിന്റെ 10 മടങ്ങാണ് നിങ്ങളും തങ്ങളും നാദാപുരവും ആ ചെറുപ്പക്കാരന് കൊടുക്കുന്നെങ്കിൽ ആ തല്ലി ഒതുക്കാൻ നോക്കിയ കൈകൾ നാളെ സല്യൂട്ട് അടിക്കുന്നത് കാണാൻ നാദാപുരം ഒരു റിസൾട്ട് ഇവിടെ കാത്തുവെച്ചിട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ്. പ്രിയപ്പെട്ടവർ, ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർന്ന ഒരു ചെറുപ്പക്കാരൻ, അച്ഛന്റെ അമ്മയുടെ ആരുടെ വീട്ടിലെ അച്ഛന്റെ ജ്യേഷ്ഠന്റെ വീട്ടിൽ നിന്ന് വളർന്ന ഒരു ചെറുപ്പക്കാരൻ, രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ വലിയ പദവികളിൽ ഇരിക്കുന്ന ആരും കുടുംബത്തിന്റെ പട്ടികയിലില്ലാതിരുന്ന ഒരു സാധാരണ കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് സർക്കാർ കലാലയത്തിൽ പഠിച്ചു വളർന്നു യൂണിവേഴ്സിറ്റി യൂണിയന്റെ തെരഞ്ഞെടുപ്പുകളിൽ നിരന്തരം തോറ്റുകൊണ്ടിരുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ UDSFന്റെ ചരിത്രം തന്നെ മാറ്റിക്കുറിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വർഷങ്ങൾക്ക് ശേഷം, എത്ര വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ആ കാലത്ത് അടുപ്പിച്ച് 2 തവണ വർഷങ്ങൾക്ക് ശേഷം അതിനെ തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകി യൂണിവേഴ്സിറ്റി യൂണിയന്റെ ചെയർമാനായ അതേ വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാവ് നാളെ 19 വർഷത്തെ നാദാപുരത്തിന്റെ ചരിത്രം തിരുത്തി ഇതിനെ നമുക്ക് തിരികെ തരുന്ന ഒരു നേതാവായി, ഒരു പോരാളിയായി നമ്മുടെ മുമ്പിൽ മാറ്റും എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്, അല്ലേ? നമ്മുടെ തീരുമാനമാണ്. സാധാരണക്കാരുടെ കുടുംബത്തിൽ ജനിച്ച്
സംഘടനാ പ്രവർത്തനത്തിൽ പടിപടിയായി കടന്നു വന്നു. കേരള വിദ്യാർത്ഥി യൂണിയൻ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുമ്പോ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾ ഇവിടെ കണ്ട സീന് ഞാൻ കണ്ടത് സ്ക്രീനിലല്ല. ഞാൻ നിയമസഭയിൽ അവിടെ ലാത്തി ചാർജ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ അവിടെ ഓടിച്ചെന്ന് നോക്കുമ്പോ മർദ്ദനമേറ്റ് തെരുവിൽ കിടക്കുന്ന ആ കിടന്നെടുത്ത് വീണ്ടും അടിക്കാൻ നോക്കുന്ന പോലീസിനെയാണ് അവിടെ കണ്ടത്. അന്ന് അത് തടയാൻ ശ്രമിച്ചതിന്റെ പേരിൽ അന്ന് 2 എന്റെ തലയിലും തന്നു. എന്റെ തലയും അന്ന് MLA ആയിരിക്കുമ്പോ തന്നെ എന്റെ തലയും പൊട്ടിച്ചു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നു. അഭിജിത്തിന്റെ ശരീരത്തിലേറ്റത്, എന്റെ തലയിലേറ്റത്, MLA ആയിപ്പോ തല, MP ആയിപ്പോ ഇവിടെ പേരാമ്പ്രയിൽ മൂക്ക്, ഇതൊക്കെ ചെയ്തവരോട് അതേ തരത്തിലൊന്നും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആരുടെ രക്തം പകരം തെരുവിൽ വീഴുന്നു എന്നുള്ളത് ഞങ്ങളുടെ ചോദ്യമല്ല. കാരണം ഇത് പാണക്കാട്ടെ തങ്ങളുടെ പ്രസ്ഥാനമാണ്, ഇത് ഉമ്മൻചാണ്ടി സാറിന്റെ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ പകരം നാദാപുരത്തിന്റെ മണ്ണിൽ, പേരാമ്പ്രയുടെ മണ്ണിൽ, കുറ്റ്യാടിയുടെ മണ്ണിൽ, വടകരയുടെ മണ്ണിൽ, കൊയിലാണ്ടിയുടെ മണ്ണിൽ മെയ് 4 വോട്ടെണ്ണുമ്പോ ഏത് പതാക ഉയർന്നു പറക്കുന്നു എന്നുള്ളത് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളുടെ മുമ്പിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അത് തന്നെയാണ്.